മക്കളെ നമ്മൾ കഴിഞ്ഞ ലൈവിൽ നമ്മുടെ സാറാസ് ഡേ ഔട്ട് എന്നുള്ള പാഠം നമ്മൾ തുടങ്ങിയില്ലേ? അപ്പൊ എല്ലാവർക്കും ഓർമ്മയില്ലേ നമ്മളെ സാറയും കൂട്ടുകാരെയും? നമുക്കറിയാം, മിസ്സിന് അറിയാം എന്താ നമ്മൾ ആ പാഠം എന്തെങ്കിലും കംപ്ലീറ്റ് പഠിച്ചിട്ടില്ല. പക്ഷെ മിസ് അന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാ ഇതിന്റെ ആക്ടിവിറ്റീസ്, ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ത് ചെയ്യും നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കോണ്ടന്റ് വീഡിയോ ആയിട്ട് വരും എന്നുള്ളത് അല്ലേ? അപ്പോൾ സാറാസ് ഡേ ഔട്ട് എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി ഏതാ? ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പൊ നമുക്കൊക്കെ അറിയാം നമ്മുടെ സാറ കുട്ടി എന്തായിരുന്നു, കാലിന് വയ്യാത്ത ആളായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സാറയുടെ ഒരു ദിവസത്തെ ഔട്ടിങ്, സാറയുടെ ബ്രദറും അതേപോലെ അവളെ ഫ്രണ്ട്സും ഒക്കെ എങ്ങനെയാണ് അടിപൊളിയാക്കിയെന്നല്ലേ? തീർച്ചയായിട്ടും സാറ വയ്യാത്ത ആളായിട്ട്, എന്താ സുഖമില്ലാത്ത ആളായിട്ട് പോലും സാറിനെ എന്ത് ചെയ്തു, എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി വോക്കറൊക്കെ പിടിപ്പിച്ച് നടത്തിപ്പിച്ച് തോണിയിലൊക്കെ കയറ്റിയില്ലേ? വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്തു, സാറയുടെ ഔട്ടിങ് എല്ലാവരും അടിപൊളിയാക്കി കൊടുത്തു. അപ്പൊ നോക്കടാ, ഇവിടെ ആദ്യത്തെ ചോദ്യം എന്താന്ന് അറിയാം നമ്മുടെ ആക്ടിവിറ്റിയിലെ, വാട്ട് ഡു യു നോ അബൌട്ട് പീകോക്സ്? ഓക്കെ, അപ്പൊ ഇവിടെ മയിലിനെ കുറിച്ചാണ് എന്ത് ചോദിക്കുന്നത്. മയിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചാപ്റ്ററിൽ എന്ത് വരുന്നുണ്ട്, മയിലിനെ കുറിച്ച് വരുന്നുണ്ട് അല്ലേ? നമ്മൾ പീകോക്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയാൻ പോകുന്നേ ഉള്ളൂ, പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നോക്കേ, വാട്ട് ഡു യു നോ അബൌട്ട് പീകോക്സ് എന്നുള്ളൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ആദ്യം നമുക്ക് അല്ലേ? മിസ് ഒന്ന് വായിക്കാം. ഇവിടെ നോക്ക് നിങ്ങളെ, ചൂസ് ദി റൈറ്റ് വേർഡ് ഫ്രം ദി ബ്രാക്കറ്റ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ പീകോക്ക്. എന്താ പറയുന്നത്? നമ്മളോട് ഈ ബ്രാക്കറ്റിൽ നിന്നും ചോദ്യങ്ങൾ വായിച്ചിട്ട് ഈ ബ്രാക്കറ്റിൽ നിന്നും റൈറ്റ് ക്വസ്റ്റ്യൻ ഏതാ, റൈറ്റ് ആൻസർ, ശരിയായ ഉത്തരം അത് ഏതാണ്, അതെന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. നോക്ക്, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ പീകോക്ക് ഈസ് എ ഡാഷ് ബേർഡ്. ദ പീകോക്ക് ഈസ് എ ബേർഡ്. മയിൽ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. അത് നമുക്കൊക്കെ അറിയാലോ, മയിൽ പക്ഷിയാണ്. പക്ഷെ മയിൽ കുഞ്ഞു പക്ഷിയാണോ, ബേബി പക്ഷിയാണോ? അതല്ല, മയിൽ വലിയ പക്ഷിയാണോ? മയിൽ വലിയതല്ലേ? നമുക്കറിയാം കുഞ്ഞു ബേർഡ് പോലാണോ നമ്മുടെ മയിൽ? അല്ലേ അല്ലേ? അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ ആൻസർ എന്താ? വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ ബിഗ് ബേർഡ് അല്ലേ? Now its feathers are. ഇനി അതിന്റെ തൂവലുകള്, നമുക്കറിയാം മയിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അതിന്റെ തൂവലുകളാ അല്ലെ? മയിൽപീലിയാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കളർഫുൾ ആയിട്ട് ഭംഗിയുള്ള, ഏറ്റവും ഭംഗിയുള്ള തൂവലുകൾ ഉള്ളതാണ് ആർക്ക്? പക്ഷിയാണ് നമ്മുടെ പീകോക്ക്. അപ്പൊ നോക്കി, ഇറ്റ്സ് ഫെദേഴ്സ് ആർ കളർഫുൾ ഓർ കളർലെസ്. കളർഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? അടിപൊളി കളേഴ്സ് ഒക്കെ ഉള്ള. കളർലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടും നിറയില്ലാത്ത. ഇവിടെ നമുക്കറിയാം മയിലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോ മയിലിന്റെ തൂവല്ലേ അതിന്റെ ഏറ്റവും ഭംഗി, അതിന്റെ തൂവലാണ്. സോ ഇറ്റ് ഈസ് എന്താണ്? കളർഫുൾ. What's the answer comes here? Colorful. Now it runs dash and dash. ഇത് എങ്ങനെയാണ് നമ്മുടെ മയിൽ? എങ്ങനെ വളരെ സ്പീഡിൽ മയിൽ ഓടാൻ പറ്റുമോ? മയിൽ എങ്ങനെയാണ്? അത്യാവശ്യം സ്ലോയില്, എന്താണ് ഫാസ്റ്റ് ആയിട്ട് മയിൽ എന്ത് ചെയ്യില്ല, ഓടാനൊന്നും പറ്റൂല. മയിൽ എന്താ? It runs slow. Next എന്താ ഇവിടുത്തെ ക്വസ്റ്റ്യൻ? ഇറ്റ് ഹാസ് എ ഡാഷ് ടെയിൽ, ലോങ് ഓർ ഷോർട്ട്? ഇവിടെ നോക്കാം, ഇറ്റ് ഹാസ് എ ഡാഷ് ടെയിൽ. ആക്ച്വലി ലോങ് എന്ന് പറഞ്ഞാ വലുത്, നീളമുള്ള വാല്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞു മുറിഞ്ഞ വാല് അല്ലേ? ചെറിയ കുഞ്ഞു വാല്. മയിലിനെ കാണാൻ പോകുമ്പോൾ നമ്മളൊക്കെ നോക്കുന്നത് എന്തിനാ? മയിൽപ്പീലിയാ അല്ലേ? ആ മയിൽപ്പീലി അതിങ്ങനെ വിടർത്തി നിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭംഗി ആസ്വദിക്കും. ആ മയിൽപ്പീലി ആ മയിലിങ്ങനെ ഒതുക്കിയിട്ടാണ് നിൽക്കുന്നെങ്കിലോ എന്ത് ഭംഗി ഉണ്ടാവൂലേ? ഭയങ്കര നീളത്തിൽ ലെങ്തി ആയിട്ട് എന്തുണ്ടാവും? അതിന്റെ മയിൽപ്പീലി ഉണ്ടാവൂലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ആക്ച്വലി ഇറ്റ് ഈസ് ലോങ്. ഇറ്റ് ഹാസ് എ ലോങ് ടെയിൽ. അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി. ആക്ടിവിറ്റിന്റെ ഉത്തരങ്ങൾ കിട്ടിയില്ലേ, പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും കൂടുതൽ സെറ്റ് ആവൂലേ? അടുത്ത ആക്ടിവിറ്റീസുമായിട്ട് അൻവർ മിസ് എന്ത് ചെയ്യും? വീണ്ടും വരും. ഓക്കെ, ബൈ ബൈ.